നമസ്കാരം. മലയാളത്തിന്റെ പ്രിയ എഴുത്തുകാരൻ ശ്രീ സി രാധാകൃഷ്ണനുമായുള്ള സംസാരം നമ്മളിവിടെ തുടരുകയാണ്. ആരാണ് ഗുരു? വളരെ സാർവത്രികമായി ലളിതവൽക്കരിച്ചും അല്ലാതെയും ഉപയോഗിക്കപ്പെടുന്ന ഒരു വാക്കാണല്ലോ ഗുരു. ഒരു ടീച്ചർ അല്ലെങ്കിൽ അധ്യാപകൻ എന്ന രീതിയിൽ അത് ഉപയോഗിക്കാറുണ്ട്. ചിലർ പലരെയും ഗുരുക്കന്മാരായി കണക്കാക്കാറുണ്ട്. ചിലർ ഒരു ഗുരുവിനെ ദ ഗുരു എന്ന രീതിയിൽ കാണാറുണ്ട്. ചിലർ ഞാൻ സ്വയം സമർപ്പിക്കുന്ന ഒരാൾ, ഒരു സ്പിരിച്വൽ മാസ്റ്റർ എന്ന രീതിയിൽ ഗുരുവിനെ കാണാറുണ്ട്. ആരാണ് അല്ലെങ്കിൽ എന്താണ് ഗുരു? ആ ഒരു ആശയത്തിന്റെ അല്ലെങ്കിൽ വ്യക്തിയുടെ അല്ലെങ്കിൽ ആ ഒരു ഭൂമികയുടെ മനുഷ്യ ജീവിതത്തിലുള്ള പ്രാധാന്യം എന്താണ്? ഗുരു ഒരാവശ്യമാണ്. മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായ സ്ഥാപനം ഏതാണ് എന്ന് ചോദിച്ചാൽ ഒരു സംശയവും വേണ്ട, ഗുരു ആണ്. കാരണം ഈ ഗുരു എന്ന ഒരു സ്ഥാപനം ഇല്ലായിരുന്നുവെങ്കിൽ ഈ മനുഷ്യരായ നമ്മൾ ഇന്ന് ലോകത്ത് ഉള്ള അവസ്ഥയിൽ എത്തിയിരിക്കുകയില്ല. എന്തുകൊണ്ടെന്നറിയോ? മനുഷ്യൻ്റെ ശിശു ജനിക്കുന്നത് ഒരു കഴിവും അറിവും കൂടാതെയാണ്. എട്ടുകാലിയുടെ കുട്ടി ജനിക്കുന്നത് വല കെട്ടാനുള്ള അറിവോടെയാണ്. കൂരിയാറ്റക്കുള്ളി ജനിക്കുന്നത് കൂട് കൂട്ടാനുള്ള അറിവോടെയാണ്. മയില് ആടാനുള്ള കഴിവോടെയും കുയില് പാടാനുള്ള കഴിവോടെയും ജനിക്കുന്നു. എന്നാൽ ഈ മനുഷ്യ ശിശു എന്ത് കഴിവോടെ ജനിക്കുന്നു എന്ന് ചോദിച്ചാൽ പിറവിയിൽ ഈ വക ഒരു കഴിവും ഇല്ല. എല്ലാം പഠിപ്പിക്കണം. അപ്പോഴെങ്ങനെയാണ് ഈ മനുഷ്യരായി നമ്മൾ ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും നല്ല മൂശയിൽ വാർക്കപ്പെട്ടിരിക്കുന്ന സൃഷ്ടികളാണ് എന്നൊക്കെ പറയുന്നതെന്ന് ചോദിച്ചാൽ ആണ്. കാരണം എന്തും പഠിക്കാനുള്ള ഹാർഡ്വെയർ നമ്മുടെ ഉള്ളിൽ ഉണ്ട്. ഈ പറയുന്ന ജീവികൾക്കൊന്നും ഈ ഒരു സോഫ്റ്റ്വെയർ അല്ലാണ്ട് ഒന്നും പഠിക്കാനുള്ള കഴിവില്ല, ഹാർഡ്വെയർ ഇല്ല. പക്ഷേ ഈ മനുഷ്യന് ഇത്രയും ഹാർഡ്വെയറുള്ള ഈ ശിശുവിന് എല്ലാ സോഫ്റ്റ്വെയറും ഇൻപുട്ട് ചെയ്യണം, ഇൻസ്റ്റാൾ ചെയ്യണം. അങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ രണ്ട് കാര്യം നടക്കണം. ഒന്ന്, ഈ ഇൻസ്റ്റാൾ ചെയ്യുന്ന സോഫ്റ്റ്വെയർ ഈ കുട്ടിക്ക് അഭിരുചിയുള്ള സോഫ്റ്റ്വെയർ ആയിരിക്കണം. ഏത് കുട്ടിക്കും എന്തും പഠിക്കാൻ കഴിയും കുറച്ച് ശ്രമിച്ചാൽ. പക്ഷേ ഓരോ കുട്ടിക്കും പ്രത്യേകമായി അഭിരുചിയുള്ള ഏതെങ്കിലും ഒരു കാര്യം ഉണ്ടാവും. ആ കാര്യം ഏതാണെന്ന് കണ്ടുപിടിക്കുന്നത് ഗുരുനാഥനാണ്. അങ്ങനെ കണ്ടുപിടിച്ചാൽ അത് ഇൻസ്റ്റാൾ ചെയ്യുന്നത്, കുട്ടിക്ക് സ്വീകാര്യമായ രീതിയിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നത് ഗുരുവാണ്. അതിനും പുറമെ ഈ ഗുരു താൻ പഠിച്ച പാഠമല്ല കുട്ടിയിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. തൻ്റെ അനുഭവം കൊണ്ട്, പരിചയം കൊണ്ട്, നിരീക്ഷണം കൊണ്ട്, പരീക്ഷണം കൊണ്ടും ഒക്കെ ജീവിതത്തിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള ഫയലാണ് ഈ ഗുരു ഈ കുട്ടിയിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് മനുഷ്യൻ്റെ വംശം മാത്രം ഓരോ തലമുറ കഴിയുമ്പോഴും പരിഷ്കരിച്ച് ഇന്നുള്ള അവസ്ഥയിലായിരിക്കുന്നതും 8 കാലി 50 കോടി കൊല്ലം മുമ്പ് അതിൻ്റെ പൂർവികന്മാർ കെട്ടിയ അതേ വല കെട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ രാവിലെ എണീച്ചാൽ ഗുരുദേവോ ഭവ എന്ന് പറയണമെന്ന് ചോദിച്ചാൽ ഒരു സംശയവും വേണ്ട. നിങ്ങൾ എത്ര വലിയ ആളായാലും ചെറിയ ആളായാലും ഒരേ സ്വരത്തിൽ നിത്യമായും ആത്മാർത്ഥതയോടെ രാവിലെ പറയാവുന്ന ഒരു വാചകമാണ് അത്. 2-3 വയസ്സ് വരെ അച്ഛനമ്മമാരിൽ നിന്ന് കണ്ടും കേട്ടും അറിഞ്ഞുമൊക്കെ അറിയാവുന്ന കാര്യങ്ങൾ ഗ്രഹിച്ചു കഴിഞ്ഞാൽ പിന്നെ ഗുരുനാഥൻ തന്നെ വേണം എന്ന ഒരു ദുശാഠ്യം മനുഷ്യ ജീവിതത്തിൽ കാണാം. ഇപ്പം എൻ്റെ മോൻ ഒരിക്കൽ സ്കൂളിൽ നിന്ന് വന്നപ്പോൾ അവൻ്റെ നോട്ട് ബുക്കിലൊക്കെ അക്ഷരങ്ങൾ തെറ്റി എഴുതി കണ്ടു. അപ്പോൾ എൻ്റെ ഭാര്യ അവളൊരു ടീച്ചറാവാൻ ജോലി ചെയ്യാൻ പഠിച്ചതാണ്, പക്ഷെ പോയിട്ടില്ല എന്നേ ഉള്ളൂ. അവൾ പറഞ്ഞു, ഇത് കണ്ടില്ലേ, ഞാൻ അവനോട് പറഞ്ഞപ്പോൾ അവൻ കൂട്ടാക്കുന്നില്ല. ഇതൊക്കെ ശരിയാണെന്നാണ് അവൻ പറയണത്. അവൻ പറയുന്ന കാരണം ഇതൊക്കെ അവൻ്റെ ടീച്ചർ പറഞ്ഞു കൊടുത്തതാണ്, അമ്മയ്ക്ക് എന്താ അറിയുക എന്നാണ്. ഞാൻ അവനെയും കൂട്ടി പിന്നെ സ്കൂളിൽ പോയി അവൻ്റെ ടീച്ചറെ കണ്ടുപിടിച്ച് അവരോട് സംസാരിച്ച് അവർ വഴിക്ക് തന്നെ ഇതൊക്കെ തിരുത്തി കൊടുത്തിട്ടാണ് അവന് അത് ബോധ്യമായത് എന്നർത്ഥം. മനുഷ്യ ജീവിതം ഒരു ഘട്ടം കഴിഞ്ഞാൽ പല ഗുരുനാഥന്മാരെ ആശ്രയിച്ചാണ് വളർന്നു വരുന്നത്. അങ്ങനെ വളർന്നു വരുന്ന ഗുരുനാഥന്മാരാണ് ഈ ജീവിതത്തിലെ എല്ലാ പാഠങ്ങളും പഠിപ്പിച്ച് നമ്മെ ജീവിക്കാൻ പ്രാപ്തരാക്കുന്നത്. സ്കൂളിൽ നിന്നോ കോളേജിൽ നിന്നോ ഒക്കെ പോന്നാലും പിന്നെയും നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എല്ലാവരിൽ നിന്നും പഠിക്കുന്നു, എല്ലാറ്റിൽ നിന്നും പഠിക്കുന്നു. ആചാര്യൻ തരുന്നത് 4-1, നമ്മൾ പഠിക്കുന്നത് 4-1,
കൂട്ടുകാരിൽ നിന്ന് നാലിലൊന്ന്, ലോകത്തു നിന്ന് നാലിലൊന്ന്, മരിക്കുവോളം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകം നമ്മുടെ ഗുരുവാണ് എന്നർത്ഥം. ഈ ഗുരുത്വത്തെയാണ് നമ്മൾ ഗുരു എന്ന് പറയുന്നത്. ഇത് മനുഷ്യൻ്റെ ബോധത്തെ വികസിപ്പിക്കുന്ന കാര്യത്തിലും ഗുരു തന്നെയാണ് ആവശ്യമാണ്. അവരിൽ നിന്നാണ് നമ്മൾ അറിയേണ്ടത്. എങ്ങനെ അറിയണം എന്ന് ഗീത പറയുന്നുണ്ട്. തദ്വിധി പ്രണിപാതേന പരിപ്രശ്നേന സേവയ ഉപദേക്ഷന്തിതേ ജ്ഞാനം ജ്ഞാനിന തത്വദർശിന. ഗുരുനാഥൻ തത്വദർശി ആയിരിക്കും. എങ്ങനെ തത്വദർശിയെ കണ്ടാൽ അറിയാമെന്ന് ചോദിച്ചാൽ ഇത്തിരി പ്രയാസമുണ്ട്. എന്താ കാരണം? അദ്ദേഹം മറ്റുള്ളവരിൽ നിന്ന് ഒരു തരത്തിലുള്ള വ്യത്യാസവും പ്രകടിപ്പിച്ചു എന്ന് വരില്ല. സ്ഥിതപ്രജ്ഞസ്യ കാ ഭാഷ എന്ന് ചോദിക്കുമ്പോൾ കൃഷ്ണൻ ഗീതയിൽ പറയുന്ന മറുപടികളുണ്ട്. അതിലൊന്നും തന്നെ അദ്ദേഹം ഒരു അസാധാരണക്കാരനായി പ്രത്യക്ഷപ്പെടുന്ന മറുപടികളല്ല. തനി സാധാരണക്കാരൻ. ഉടുപ്പിലായാലും നടപ്പിലായാലും സംസാരത്തിലായാലും എന്തിലായാലും അയാളെ വേറൊരാളിന് തിരിച്ചറിയാൻ പറ്റില്ല. ഞാനൊരു വലിയ ആളാണ് അദ്ദേഹം ഒരിക്കലും ഭാവിക്കില്ല എന്ന് മാത്രമല്ല, അങ്ങനെയല്ല എന്ന് ഭാവിച്ചു കൊണ്ടേയിരിക്കുകയും കുട്ടിയെ അങ്ങനെ ഭാവിക്കാവൂ എന്ന് പഠിപ്പിക്കുകയും കൂടി ചെയ്യും. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മളിപ്പോൾ നാട്ടിൽ കാണുന്ന ഈ നമ്മുടെ പുരോഹിതന്മാർ, വേഷം കെട്ടി നടക്കുന്ന ഗുരുനാഥന്മാർ, നമ്മളെ മുന്നിലേക്കും പിന്നിലേക്കും കൊണ്ടുപോകുന്ന ആചാര്യന്മാർ, ഒരുപാട് വേഷമൊക്കെ ധരിച്ച് നമ്മളെ ഭയപ്പെടുത്തുകയും നമ്മളെ വൈകാരികമായി കീഴ്പ്പെടുത്തുകയും ശ്രമിക്കുന്ന ആളുകൾ, ഇവരൊക്കെ ആരാണെന്ന് ചോദിച്ചാൽ സ്വയം തീരുമാനിച്ചോളുക. അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല എന്നർത്ഥം. അതിനെ ഒന്നും ഗീത അനുവദിക്കുന്നുമില്ല. അതൊന്നും എന്തെങ്കിലും തരത്തിൽ പ്രയോജനപ്പെടും എന്ന് വാഗ്ദാനം തരുന്നും ഇല്ല. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഗുരു എന്ന സങ്കേതം മനുഷ്യന് ഭൂമിയിൽ ഏറ്റവും ആവശ്യമുള്ള ഒരു സങ്കേതമാണ്. ആ ഗുരുത്വം എപ്പോഴും ഭൂമിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കും എന്നും കൂടി ഒരു വാഗ്ദാനം നമുക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെയുള്ള ആളിനെ കണ്ടുപിടിക്കുക. അവരായിരിക്കണം നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുന്നത് എന്നുകൂടി നമ്മൾ നിഷ്കർഷിക്കുക. അതിപ്പോൾ നടക്കുന്നില്ല. ഗുരു മിക്കവാറും ലഘുവായ ഒരു കാലം ആണല്ലോ. ഈ ഗുരു ലഘുവായതുകൊണ്ടുള്ള നരകം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നാളെയും അനുഭവിക്കാൻ പോകുന്നു. കാരണം ഈ കുട്ടികളിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന ഈ സോഫ്റ്റ്വെയറുകൾ ഏത് പ്ലാറ്റ്ഫോമിലാവണം എന്ന കാര്യത്തെക്കുറിച്ച് നമുക്കിപ്പോഴും നിശ്ചയമില്ല. ഈ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഒരു ദർശനമാണല്ലോ. ആ ദർശനത്തിൻ്റെ സ്ഥിതി എന്താവണം, അതേത് രൂപത്തിലുള്ളതാവണം എന്ന് ഗുരുനാഥന് ഇപ്പോഴും തീർച്ചയില്ല. ഗുരുനാഥന് അത് തീർച്ചപ്പെടുത്താനുള്ള ഒരു പരിശീലനമൊന്നും നമ്മൾ നൽകിയിട്ടും ഇല്ല മിക്കവാറും പേർക്ക്. പക്ഷേ നമ്മുടെ ഒരു മഹാഭാഗ്യത്തിന് ലോകത്തിപ്പോഴും കുട്ടികളോട് സ്നേഹവും പഠിക്കുന്ന വിഷയത്തിൽ പഠിപ്പിക്കാനുള്ള കഴിവും തിരിച്ചറിയാനുള്ള വകതിരിവുമൊക്കെയുള്ള സ്ഥിതപ്രജ്ഞരായ ആളുകൾ, ചെറുപ്പക്കാരായാലും പ്രായമുള്ളവരായാലും ഇപ്പോഴും ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഈശ്വര ഇത്രയെങ്കിലും പച്ച പിടിച്ച് നമ്മുടെ കുട്ടികൾ വളരുന്നു എന്ന് നമുക്ക് സമാധാനിക്കാം. മറ്റുള്ളവരെ ആരെയും വിശ്വസിക്കേണ്ട കാര്യമില്ല. പുരോഹിതന്മാർ വേണ്ട, റിച്വൽസ് വേണ്ട, ആഘോഷങ്ങളും ആർഭാടങ്ങളും വേണ്ട, ഒരു തരത്തിലുള്ള വെച്ചുകെട്ടുകളും ഏച്ചുകെട്ടലുകളും വേണ്ട. ശുദ്ധരായ മനുഷ്യരെ നമുക്ക് ഗുരുനാഥന്മാരായി സ്വീകരിക്കണം. അവർ മാത്രമേ വേണ്ടൂ മനുഷ്യന് എന്നാണ് ഗീതാസാരം പറയുന്നത്. വേറെ ഒരു ആചാര്യനെക്കുറിച്ചും വേറെ ഒരു പൂജാരിയെക്കുറിച്ചും ഒരു ശാന്തിക്കാരനെക്കുറിച്ചും ഒരു അനുഷ്ഠാതാവിനെക്കുറിച്ചും ഒരു യാഗ യജ്ഞ കാര്യങ്ങൾ ചെയ്യുന്ന ആളെക്കുറിച്ചും ഗീതയിൽ പറയുന്നില്ല. പറയുന്നത് അനുകൂലമായിട്ട് അല്ല താനും.